ഇല്ല, സ്ഥാനത്ത് കയറി കൊടുത്താലല്ലോ. ഫിറോസേ, ഇവിടുന്ന് ലെഫ്റ്റ് കയറൂലേ? മോനെ റെക്കോർഡ് ഇടണേ. കോഴിക്കോട് DSNG ബത്തേരി റോഡ് ഷോ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഇടണം. ബത്തേരി റോഡ് ഷോ ജസ്റ്റ് ഇടണേ. ഓക്കെ, ഓണേറാണോ? LDF സ്ഥാനാർത്ഥി PP സുനീറിന്റെ പ്രചരണാർത്ഥം യെച്ചൂരി പങ്കെടുക്കുന്ന റോഡ് ഷോ ആണ് നമ്മൾ കാണുന്നത്. തത്സമയം യെച്ചൂരി പങ്കെടുക്കുന്ന റോഡ് ഷോ വയനാട്ടിൽ പുരോഗമിക്കുകയാണ്. LDF സ്ഥാനാർത്ഥി PP സുനീറിന്റെ പ്രചരണാർത്ഥം യെച്ചൂരി നയിക്കുന്ന റോഡ് ഷോ ആണ് ഇപ്പോൾ നാം കാണുന്നത്. തത്സമയ ദൃശ്യങ്ങൾ. PP സുനീർ ഒപ്പമുണ്ട് LDF സ്ഥാനാർത്ഥി. വൻ ജനസാന്നിധ്യത്തിലാണ് റോഡ് ഷോ പുരോഗമിക്കുന്നത്. അല്പം മുമ്പ് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് യെച്ചൂരി സംസാരിക്കുകയും ചെയ്തു. മോദി സർക്കാരിന്റെ ജനവിരുദ്ധ, തൊഴിലാളി വിരുദ്ധ, കർഷക വിരുദ്ധ നയങ്ങളോടുള്ള പ്രതിഷേധം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് മുമ്പോട്ട് വെക്കുന്ന പ്രധാന രാഷ്ട്രീയം എന്നതും അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം നടത്തുന്ന റോഡ് ഷോയിൽ വൻ ജനാവലിയാണ് പങ്കെടുക്കുന്നത്. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം നൽകുന്ന സന്ദേശം രാജ്യത്ത് തെറ്റായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ്. ഫാസിസ്റ്റ് ശക്തികളോട് എതിർപ്പ് പ്രകടിപ്പിക്കേണ്ട കോൺഗ്രസ് ഇപ്പോൾ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി അനൂപ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. അനൂപ്, എങ്ങനെയാണ് റോഡ് ഷോ പുരോഗമിക്കുന്നത്? യെച്ചൂരി എന്തൊക്കെയാണ് റോഡ് ഷോയ്ക്ക് മുമ്പ് പറഞ്ഞത്? വിശദാംശങ്ങളിലേക്ക് പോയാൽ.
വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി PP സുനീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുള്ള ഒരു പരിപാടികളാണ് ബത്തേരിയിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അല്പസമയം മുമ്പ് പങ്കെടുത്തത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ബത്തേരിയിൽ റോഡ് ഷോ നടക്കുകയാണ്. നേരത്തെ ബത്തേരിയിൽ നടന്ന പൊതുയോഗത്തിൽ അദ്ദേഹം കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പരാമർശിച്ചു. പ്രധാനമായും ജനപക്ഷ നയങ്ങൾ നടപ്പാക്കുന്ന മതേതര സർക്കാരാണ് രാജ്യത്തുണ്ടാവേണ്ടത്. ഈ സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വരുമ്പോൾ അത് കർഷക കേന്ദ്രീകൃതമായ വികസന മാതൃകകൾ ഉൾപ്പെടെ അത്ര നീക്കങ്ങൾ സ്വീകരിക്കുന്ന സർക്കാരായിരിക്കണം കേന്ദ്രത്തിൽ വരേണ്ടത്. എന്നാൽ ഈ കാര്യങ്ങളിൽ കോൺഗ്രസ് പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്നൊരു സന്ദേശം രാജ്യത്തെ മതേതര ഐക്യത്തിന് തന്നെ വലിയ ഒരു തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. രാഹുലിന്റെ മുത്തശ്ശി അടക്കമുള്ളവർ കർണാടകയിലാണ് മത്സരിച്ചത്. BJPയെ എതിരിടാൻ വേണ്ടി വയനാട്ടിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ കേരളത്തിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി വ്യക്തമാക്കേണ്ടത് പ്രധാനമായും ഈ രാജ്യത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായ ഒരു വിവേചനങ്ങളില്ലാത്ത വലിയ വികസന മാതൃക സൃഷ്ടിക്കുന്ന കേരളത്തിൽ ഏത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് മത്സരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ വ്യക്തമാക്കേണ്ടത് എന്നാണ് അദ്ദേഹം പ്രധാനമായും പൊതുയോഗത്തിൽ സംസാരിച്ചത്. ഏതായാലും പൊതുയോഗത്തിന് ശേഷം ഇപ്പോൾ ബത്തേരി ഗാന്ധി ജംഗ്ഷൻ പരിസരത്ത് നിന്ന് ഏതാണ്ട് ചുങ്കം കോട്ടക്കുന്ന് വരെ നീളുന്ന ഏതാണ്ട് 2 കിലോമീറ്ററോളം നീളുന്ന റോഡ് ഷോ സംഘടിപ്പിച്ചിരിക്കുകയാണ് LDFിന്റെ നേതൃത്വത്തിൽ. സ്ഥാനാർത്ഥി PP സുനീറും അതുപോലെ തന്നെ മന്ത്രിമാരായ KK ശൈലജ ടീച്ചർ തുടങ്ങിയവർ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. തുറന്ന വാഹനത്തിൽ സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിലുള്ള LDF നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തുറന്ന വാഹനത്തിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുകയാണ്. റാലി കോട്ടക്കുന്ന് വരെ ആണ് നീളുക. ഇപ്പോൾ നിരവധി ആളുകളാണ്, നൂറുകണക്കിന് ആളുകളാണ് റോഡ് ഷോയിൽ പങ്കെടുക്കാൻ ബത്തേരിയിൽ എത്തിയത്. പൊതുയോഗത്തിലും വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഏതായാലും LDF സ്ഥാനാർത്ഥി PP സുനീറിന്റെ അല്ലെങ്കിൽ LDFിന്റെ മണ്ഡലത്തിലെ ശക്തി പ്രകടമാക്കുന്ന വിധത്തിലാണ് റോഡ് ഷോ LDF സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നിറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അതിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള വലിയ ജനപങ്കാളിത്തത്തോടുകൂടിയാണ് LDF ഇന്ന് വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചത്. ഏതായാലും തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ രാജ്യത്തിന്റെ ശ്രദ്ധയാകർഷിച്ച വയനാട് മണ്ഡലത്തിൽ LDF അതിന്റെ ശക്തി പൂർണ്ണമായും പുറത്തിറക്കുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസത്തിലെ പ്രധാന പരിപാടികൾ. കൽപ്പറ്റയിൽ നടന്ന മഹാറാലി, അതോടൊപ്പം തന്നെ പുൽപ്പള്ളിയിൽ നടന്ന കർഷക റാലി, ഇതിനു ശേഷം ബത്തേരി മണ്ഡലത്തിലെ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ റാലിയും റോഡ് ഷോയുമാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തന്നെ അതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. വലിയ ജനപങ്കാളിത്തമാണ് റാലിക്കുള്ളത്. റാലി ഇപ്പോൾ ബത്തേരി പൊതുയോഗ സ്ഥലത്തു നിന്നും ആരംഭിച്ചു. ഏതാണ്ട് 2 കിലോമീറ്ററോളം നീളുന്ന റാലി കോട്ടക്കുന്നിലാണ് അവസാനിക്കുക. റാലി പുരോഗമിക്കുകയാണ്. തീർച്ചയായും അനൂപ്, അതായത് കർഷക റാലിയുടെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ വയനാട് മണ്ഡലം ഇതിനകം ജനശ്രദ്ധ നേടിയതാണ് ഈ 20 മണ്ഡലങ്ങളിലും വെച്ച്. കാരണം വല്ലാത്തൊരു രാഷ്ട്രീയത്തിന്റെ വലിയ പ്രസക്തി അവിടെ നിഴലിച്ചു നിൽക്കുന്നു. 2 ശക്തികൾ, ഫാസിസ്റ്റ് ശക്തികളോടുള്ള എതിർപ്പും ഒരുപക്ഷെ ഫാസിസ്റ്റ് ശക്തികളോടുള്ള എതിർപ്പും ഒപ്പം കോൺഗ്രസിന്റെ കർഷക വിരുദ്ധമായി തുടർന്നു വന്ന നയങ്ങളോടുള്ള പ്രതിഷേധവും രണ്ടും സമ്മേളിക്കുന്നത് ഒരുപക്ഷെ 20 മണ്ഡലങ്ങൾക്കൊപ്പം വയനാട്ടിൽ കൂടിയാണ്. അത് കൂടുതൽ പ്രസക്തമാകുന്നത് അവിടെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൂടിയുണ്ട് എന്ന അർത്ഥത്തിൽ കൂടിയാണ്. ഇവിടെയാണ് ജനപങ്കാളിത്തം കൊണ്ട് റോഡ് ഷോകൾ പ്രസക്തമാകുന്നത്. PP സുനീറിന്റെ പ്രചരണാർത്ഥം ഇപ്പോൾ നടക്കുന്ന റോഡ് ഷോയിൽ 10,000-ങ്ങളാണ് പങ്കെടുക്കുന്നത്. ഞങ്ങളത് തത്സമയം കാണുകയും ചെയ്യുന്നു. അനൂപ്, പ്രധാനമായും UPA സർക്കാരുകൾ നടപ്പാക്കിയ കർഷക വിരുദ്ധ നയങ്ങൾ, ഇത് വയനാട്ടിൽ ഉണ്ടാക്കിയ പ്രത്യാഘാതം അത് നേരിട്ട് അനുഭവിച്ച ജനസമൂഹമാണ് വയനാട്ടിലേത്. പ്രത്യേകിച്ച് കർഷക ആത്മഹത്യകൾ, കർഷക ദുരിതങ്ങളെല്ലാം തന്നെ അതിന്റെ എല്ലാ കൃതികളോടും കൂടി വയനാട് അനുഭവിച്ചു. ഇത്തരം നയങ്ങളെല്ലാം തുടക്കമിട്ടത് UPA സർക്കാരാണ്. ഇത് തുടരുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്. ഈ സർക്കാർ നയങ്ങളുടെ ഭാഗമായി കാർഷിക മേഖലയിലുണ്ടായ വലിയ പ്രതിസന്ധി, ആസിയാൻ കരാർ പോലുള്ള സർക്കാർ നയങ്ങൾ, ഇറക്കുമതി ചുങ്കം കുറച്ചുകൊണ്ടുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തുടങ്ങിയവ വയനാടിന്റെ നാണ്യവിളകളെ അല്ലെങ്കിൽ അതിന്റെ ഉൽപാദനത്തെ, വിതരണത്തെ എല്ലാം കാര്യമായി ബാധിച്ചു. ഈ ഒരു സാഹചര്യം വയനാട്ടിലുണ്ട്. കർഷക ആത്മഹത്യകൾ, നൂറുകണക്കിന് കർഷക ആത്മഹത്യകൾ 2005 മുതൽ 2007 വരെയുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 2011 വരെയുള്ള കാലഘട്ടത്തിൽ വയനാട്ടിൽ നടന്നു. അല്ലെങ്കിൽ അത്തരം സാഹചര്യമുണ്ടായി. കേന്ദ്ര സർക്കാർ നയങ്ങളുടെ ഒരു വലിയ പ്രതിഫലം, അത്തരം നയങ്ങളോട് തീർത്ത പ്രതിസന്ധിയായിരുന്നു ഇതിനെല്ലാം പ്രധാന കാരണം.
പ്രധാനമായും LDF വയനാട്ടിൽ ഉന്നയിക്കുന്നത് ഇത്തരം രാഷ്ട്രീയ കാരണങ്ങളാണ്. ഈ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കോൺഗ്രസ് അധ്യക്ഷൻ തയ്യാറാവണമെന്നാണ് മണ്ഡലത്തിൽ LDF ആവശ്യപ്പെടുന്നത്. പ്രധാനമായും ഈ കാർഷിക വിരുദ്ധമായ നയങ്ങൾ ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് LDF ഉയർത്തുന്ന പ്രചാരണങ്ങളിലെ പ്രധാന ചോദ്യം. ഈ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഇത്തരം കാർഷിക മേഖലയിലെ പ്രതിസന്ധി ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടാണ് വയനാട്ടിൽ LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്, പ്രധാനമായും AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ. അതുകൊണ്ട് തന്നെ ഈ വിഷയം മണ്ഡലത്തിൽ അടുത്ത ദിവസങ്ങളിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു. കാർഷിക പ്രതിസന്ധി, കാർഷിക മേഖലയ്ക്ക് വില തകർച്ച, അതുപോലെ തന്നെ ഇതുമൂലമുണ്ടായ കാർഷിക ആത്മഹത്യകളെല്ലാം ഉയർത്തിക്കൊണ്ടുള്ള പ്രചാരണത്തിന് വലിയ സ്വീകാര്യതയാണ് വയനാട്ടിൽ ലഭിച്ചത്. ഇതുകൊണ്ട് തന്നെ ഈ വിഷയം ഉയർത്തി നടന്ന പല പരിപാടികളിലും, പ്രത്യേകിച്ച് വയനാട് പുൽപ്പള്ളിയിൽ സംഘടിപ്പിച്ച ഇടത് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക പാർലമെന്റ് വലിയ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വയനാട്ടിലുണ്ടായി. ഇതിനോട് തുടർന്ന് പുൽപ്പള്ളിയിൽ പൊതുവെ കാർഷിക മേഖലയായ ഇത്തരത്തിൽ അനവധി കർഷക ആത്മഹത്യകൾ നടന്ന പുൽപ്പള്ളിയിൽ വലിയ ജനപിന്തുണ LDF ഉദ്ദേശത്തിൽ കൂടുതൽ ജനപിന്തുണയും അതുപോലെ ജനപങ്കാളിത്തവും ഈ റാലിക്കുണ്ടായി. ഇതിനു മുൻപായിരുന്നു കൽപ്പറ്റയിൽ റാലി സംഘടിപ്പിച്ചത് LDF. ഈ റാലിയിലും 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത റാലിയാണ് LDF നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ സംഘടിപ്പിച്ചത്. ഇതിനുശേഷമാണ് ബത്തേരിയിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്നിറങ്ങി പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്ത ബത്തേരിയിൽ അതിനുശേഷം ഇപ്പോൾ LDF ഇത്തരമൊരു റാലി സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പശ്ചാത്തലം, രാഹുൽ ഗാന്ധി വന്നിറങ്ങിയതിന്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അവിടെ കണ്ട ജനങ്ങളെക്കാൾ കൂടുതൽ പേരെ ഈ റാലിയിൽ പങ്കെടുപ്പിക്കണമെന്നാണ് LDF തീരുമാനിച്ചത്. അതേതാണ്ട് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. വലിയ ജനപങ്കാളിത്തം ഈ റാലിക്കും ബത്തേരിയിൽ LDF നടത്തുന്ന റാലിക്ക് ഉണ്ടാവുന്നു. സീതാറാം യെച്ചൂരി തന്നെ, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തന്നെ ഈ റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയും നേരത്തെ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയും ഇപ്പോൾ ഈ റാലിക്ക് നേതൃത്വം നൽകുകയും ചെയ്യുമ്പോൾ ജനങ്ങൾ വലിയ ആവേശത്തോടു കൂടിയാണ് ഈ റാലിയെ കാണുന്നത്, അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വയനാട് സുൽത്താൻ ബത്തേരി നിയമസഭാ മണ്ഡല പരിധിയിലെ ജനങ്ങൾ മാത്രമാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത്, ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. എന്നാൽ വലിയ ജനപങ്കാളിത്തം ഈ റാലിക്കുണ്ട്. ഇപ്പോൾ LDF നേതാക്കൾ, KK ശൈല ടീച്ചർ, അതുപോലെ തന്നെ CPM നേതാക്കൾ ഉൾപ്പെടെയുള്ള ജില്ലയിലെ LDF നേതാക്കൾ എല്ലാം തന്നെ ഇപ്പോൾ ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ തുറന്ന വാഹനത്തിൽ ഇവിടെ അനൂപാണ് വിശദാംശങ്ങൾ നൽകിയത്. സീതാറാം യെച്ചൂരി പങ്കെടുക്കുന്ന റോഡ് ഷോ വൻ ജനപങ്കാളിത്തത്തോടെ വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിൽ പുരോഗമിക്കുകയാണ്. ഇനി മറ്റു വാർത്തകൾ ചുരുക്കം. കൈക്കൂലി കേസിലെ അറസ്റ്റ് ഭയന്ന് മുൻ പെറു പ്രസിഡന്റ് സ്വയം വെടിവെച്ച് മരിച്ചു. അലൻ ഗാർഷിയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പേടിച്ച് ആത്മഹത്യ ചെയ്തത്. ഇന്ത്യക്ക് പിന്നാലെ ഇംഗ്ലണ്ടിലും പോൺ വെബ്സൈറ്റുകൾക്ക് വിലക്ക്. എന്നാൽ 18 വയസ്സിന് താഴെ പ്രായമുള്ളവർ നീലച്ചിത്ര ഉള്ളടക്കമുള്ള വെബ്സൈറ്റുകൾക്ക് ധാരാളമായി അടിമപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. നീലച്ചിത്രങ്ങൾ കണ്ടേ മതിയാവൂ എന്നാണെങ്കിൽ തന്റെ പേരും വിലാസവും ജന്മദിനവും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. കത്തി നശിച്ച നോത്രദാം കത്തീഡ്രൽ എത്രയും പെട്ടെന്ന് പുതുക്കി പണിയുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. 8 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള നോത്രദാം പള്ളിയുടെ പ്രധാന ഗോപുരവും മേൽക്കൂരയും ഉൾപ്പെടെ തിങ്കളാഴ്ചയുണ്ടായ തീപിടുത്തത്തിലാണ് കത്തി നശിച്ചത്. പള്ളിയിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്. അടുത്ത വാർത്ത 1 മണിക്ക്.